നാണ്യവിളത്തോട്ടങ്ങളാക്കി അവർ മാറ്റി. കേരളത്തിൽ നിന്നും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരെ വംശീയമായി തന്നെയാണ് മേൽജാതിക്കാരും ഭരണകർത്താക്കന്മാരും കാണുന്നതെന്നും ക്രൂരമായ പീഡനങ്ങളും അവഗണനകളും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് വൈക്കം സത്യാഗ്രഹത്തിന്റെ ശതാബ്ദി വേളയിലും ഈ മണ്ണിൽ കുടിൽകെട്ടി സമരം നടത്തേണ്ടി വന്നതെന്നും സർഫാസ് വിരുദ്ധ ജനകീയ സമിതി സംസ്ഥാന കൺവീനർ PC ജെന്നി പറഞ്ഞു. ചെമ്മനത്തുകര IHDP കോളനിയിലെ സ്ഥിരതാമസക്കാരായ 11 കുടുംബങ്ങൾ പട്ടയം ലഭിക്കുന്നതിനായി വൈക്കം താലൂക്ക് ഓഫീസിന് മുൻപിൽ നടത്തുന്ന റിലേ നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അവർ. 35 കുടുംബങ്ങളിൽ 24 പേർക്ക് പട്ടയം നൽകിയെങ്കിലും 414 ദിവസമായി കുടിൽകെട്ടി സമരത്തിന് നേതൃത്വം നൽകി എന്നതിന്റെ പേരിലാണ് 11 കുടുംബങ്ങൾക്ക് ഭരണകർത്താക്കൾ പട്ടയം നിഷേധിച്ചതെന്ന് അവർ ആരോപിച്ചു. കോളനിയിൽ സ്വന്തമായി വീടും റേഷൻ കാർഡും വോട്ടർ കാർഡും ആധാർ കാർഡുകളുമുള്ള ഈ പാവങ്ങളെയാണ് ഭൂസമരത്തിന്റെ നേരവകാശികളായവർ നിഷ്കരുണം നിഷേധിച്ചു പറയുന്നതെന്നും ഉദ്ഘാടക അഭിപ്രായപ്പെട്ടു. 11 കുടുംബങ്ങൾ അല്ലെങ്കിൽ ഇന്ന് 35 കുടുംബങ്ങളും ഭൂമിക്ക് വേണ്ടിയുള്ള സമരം ചെയ്ത ഈ കുടുംബങ്ങൾ ഈ എന്താ പറയുക ഭൂപരിഷ്കരണത്തിന്റെ ബാക്കി പത്രമായിട്ട് നമുക്ക് വിലയിരുത്താൻ കഴിയും. ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഇപ്പോൾ വയനാട് ദുരന്തം തന്നെ മനുഷ്യനിർമ്മിതമായിരുന്നു. നമുക്കറിയാം, ഈ യൂറോപ്യൻ തോട്ട മുതലാളിമാർക്ക് നമ്മുടെ കാടെല്ലാം വെട്ടിത്തെളിച്ച് അവിടെ കാപ്പിത്തോട്ടങ്ങളും തേയിലത്തോട്ടങ്ങളും ആക്കി മാറ്റിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് 400ഓളം ജീവൻ അവിടെ പൊലിയേണ്ടി വന്നത്. ഇന്ന് ആ കുടുംബങ്ങൾക്ക് ആ തോട്ടം കയ്യേറിക്കൊണ്ട് ആ തോട്ടം ഭൂമി പിടിച്ചെടുത്തുകൊണ്ട് ഈ സർക്കാരിന് അവിടെ. കോളനി നിവാസി സോമസുന്ദരം അധ്യക്ഷത വഹിച്ചു. സർഫാസി വിരുദ്ധ സമിതി സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് മാനുവൽ കണ്ണൻ, അപ്പു കാപ്പിൽ, അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. എൻലൈറ്റ് ന്യൂസ്, വൈക്കം.